അഡ്വക്കേറ്റ് ജയശങ്കർ, സർക്കാർ ഈ കോളേജ് ഏറ്റെടുക്കണം, അധിക ഭൂമി ഏറ്റെടുക്കണം, ഈ ട്രസ്റ്റ് ഒരു പൊതു ട്രസ്റ്റ് എന്ന രീതിയിൽ ഉണ്ടാക്കുകയും സർക്കാർ ഭൂമി അതിന്റെ പേരിൽ സ്വന്തമാക്കുകയൊക്കെയും ചെയ്ത ഈ സംവിധാനം എങ്ങനെ കുടുംബ സ്വത്തായി എന്ന് അന്വേഷിക്കണം, അതിന്മേൽ നടപടി ഉണ്ടാകണം. ഈ ലോ അക്കാദമിയിൽ പ്രിൻസിപ്പലിനെതിരെ തുടങ്ങിയ സമരം ഈ ലോ അക്കാദമിയുടെ മൊത്തം സംവിധാനത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് വളരുകയാണ്. ശ്രീ കെ മുരളീധരൻ അടക്കം അവിടെ സമരം തുടരുമ്പോൾ മുമ്പ് ന്യൂസ് അവറിൽ പങ്കെടുത്തുകൊണ്ട് ശ്രീ ജയശങ്കർ പറഞ്ഞ വാദങ്ങളും അഭിപ്രായങ്ങളും മാറിയിട്ടുണ്ടോ? അല്ല, എന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് മാത്രമല്ല, ഞാൻ നേതൃസ്ഥാനത്തുള്ള അഭിഭാഷക സംഘടന ഞങ്ങളുടെ സംസ്ഥാന സമ്മേളനം കഴിഞ്ഞ ദിവസം കൊല്ലത്ത് നടന്നപ്പോൾ ഇത് സംബന്ധിച്ച് ഒരു ഔദ്യോഗിക പ്രമേയം തന്നെ പാസാക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഞാനും മറ്റ് സംസ്ഥാന നേതാക്കളും സത്യാഗ്രഹ പന്തലിൽ പോവുകയും മുരളീധരൻ അടക്കമുള്ള ആളുകളെ കണ്ട് ഞങ്ങളുടെ അഭിവാദ്യം അർപ്പിക്കുകയും AIYF നടത്തുന്ന സമരപ്പന്തലിൽ ഞാൻ സംസാരിക്കുകയും ചെയ്തു. അവിടെ ഞങ്ങൾ ആവശ്യപ്പെട്ടത് ഞങ്ങളുടെ സംഘടനയുടെ ആവശ്യം തന്നെയാണ്. അത് തീർച്ചയായിട്ടും ലോ അക്കാദമി ലോ കോളേജ് സർക്കാർ ഏറ്റെടുക്കണം. അതിൽ കുറഞ്ഞ ഒന്നുകൊണ്ടും ഈ സമരം അവസാനിപ്പിക്കാൻ പറ്റുകയില്ല. ഇത് കേവലം ലക്ഷ്മി നായരുടെ പ്രശ്നമല്ല. ലക്ഷ്മി നായർ ചില കുട്ടികളെടുത്ത് അവമര്യാദയായിട്ട് പെരുമാറി, ചിലരെ ജാതി വിളിച്ച് അവഹേളിച്ചു. അതൊക്കെ തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ്. അവർ രാജിവെക്കുന്നുകൊണ്ട് ഈ പ്രശ്നം തീരുകയില്ല. ലക്ഷ്മി നായർ എന്ന് പറയുന്നത് ഒരു വിഷവൃക്ഷത്തിന്റെ പൂവോ കായോ ആണ്. അതല്ല പ്രശ്നം. ആ വിഷവൃക്ഷം കടപറിച്ച് അവിടെ സൾഫ്യൂരിക് ആസിഡ് ഒഴിക്കണം എന്നാണ് ഞങ്ങളുടെ ആവശ്യം. അല്ലാതെ കണ്ട് പ്രശ്നം തീരുകയില്ല. ഇത് വലിയ വഞ്ചനയാണ്. ഒരു പൊതു ട്രസ്റ്റ് ഉണ്ടാക്കുന്നു, സർക്കാരിൽ നിന്ന് 11.5 ഏക്കർ സ്ഥലം കൈക്കലാക്കുന്നു. 11.5 ഏക്കറാണെന്ന് ആലോചിക്കൂ, കോടാനുകോടി രൂപയുടെ സ്വത്താണ്. അത് ശ്രീ നാരായണൻ നായരുടെ കുടുംബ സ്വത്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ചുരുക്കി പറഞ്ഞാൽ എനിക്കും നിങ്ങൾക്കും അവകാശപ്പെട്ട പൊതു മുതൽ അദ്ദേഹവും അദ്ദേഹത്തിന്റെ കുടുംബവും സ്വകാര്യ സ്വത്തായി ഉപയോഗിക്കുന്നു. ഇത് അനുവദിക്കാൻ കഴിയുമോ എന്നാണ് ഞങ്ങൾക്ക് ചോദിക്കുന്നത്. ഇത് ഒരു കാരണവശാലും അനുവദിക്കാൻ കഴിയില്ല. അവിടെ സമരം ചെയ്യുന്ന KSUക്കാരും ABVPക്കാരും ഒക്കെ ഇത് ഏത് രീതിയിൽ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഏതായാലും ഞങ്ങളുടെ നിലപാട് വളരെ വ്യക്തമാണ്. ഇത് ജനവഞ്ചനയാണ്. ഒരു കാരണവശാലും പൊറുപ്പിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ശ്രീ മുരളീധരനോട് പറയുന്നത് കേട്ടു, പ്രിൻസിപ്പൽ രാജിവെക്കുന്നവരെ സമരം തുടരും. പ്രിൻസിപ്പൽ രാജിവെച്ചുകൊണ്ട് പ്രശ്നം തീരില്ലല്ലോ. ഒരു പ്രിൻസിപ്പൾ പോകുന്നതുകൊണ്ട് ഈ തട്ടിപ്പ്, ഇത്ര വലിയ വഞ്ചന, പൊതുസ്വത്തിന്റെ അപഹരണം, മണി ലോണ്ടറിംഗ് അടക്കമുള്ള കാര്യങ്ങളാണ് ഇവർക്കെതിരെ ആരോപിക്കപ്പെട്ടിട്ടുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. കേന്ദ്ര സർക്കാർ നവംബർ 8-ാം തീയതി പണം പിൻവലിക്കുന്നു. നമ്മുടെ കടകംപള്ളി സുരേന്ദ്രൻ പ്രധാന സ്ഥാനത്തിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കോഓപ്പറേറ്റീവ് ബാങ്കിൽ ഈ പണം കൊണ്ടുപോയി പിൻവലിക്കുന്നു. ഇതൊക്കെ ഇവിടെ നാട്ടിൽ നടക്കുന്നതല്ലേ? ഇതൊക്കെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ? ഒന്ന് ആലോചിക്കുക. ഇടതുപക്ഷ സർക്കാരിന്റെയും മാർക്സിസ്റ്റ് പാർട്ടിയുടെയും വിശ്വാസ്യതയ്ക്കാണ് ഈ സംഭവം ക്ഷതമേൽപ്പിച്ചിട്ടുള്ളത്. ഇത്ര വലിയൊരു സമരം നടക്കുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ നിമിഷം വരെ അതിനെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അദ്ദേഹം മൗന വാൽമീകത്തിന് ഒളിച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ ഒട്ടകപക്ഷിയെ പോലെ തല മണലിൽ പൂഴ്ത്തി നിൽക്കുകയാണ്. ഇടതുപക്ഷക്കാർ തന്നെയാണ് ഇതിനെതിരെ ഏറ്റവും അധികം വിമർശിക്കുന്നത്. നിങ്ങൾ നോക്കൂ, ഫേസ്ബുക്കിൽ നോക്കൂ, അല്ലെങ്കിൽ ട്രോളുകൾ നോക്കൂ. തൊണ്ടയിൽ കുടുങ്ങി സംസാരശേഷി നഷ്ടപ്പെട്ട 3 യുവാക്കൾ എന്ന ട്രോള് കാണുക. അല്ലെങ്കിൽ വേറൊന്ന് നോക്കുക, പാർട്ടിക്ക് വേണ്ടി വെടികൊണ്ടവന് കിട്ടാത്തേക്കാൾ വലിയ പരിഗണനയാണ് പാർട്ടി ചാനലിൽ വടയുണ്ടാക്കിയവർക്ക് കിട്ടുന്നത് എന്ന്. ഇതൊക്കെ ആളുകൾ പരിഹസിക്കുന്ന ഇടതുപക്ഷക്കാരാണ്, അല്ലാണ്ട് CPM അല്ല, മറ്റേ BJPക്കാരും നക്സലൈറ്റുകാരൊന്നുമല്ല. അപ്പൊ ഇതൊക്കെ സൂചിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അല്ലെങ്കിൽ വേണ്ട, കേരളോർമ്മ കോളേജിൽ ദീപ നിഷാന്ത് എന്നൊരു അധ്യാപിക പരിഗണനല്ലേ, അവർ വലിയ പ്രതികരണ കുതുകിയായിട്ടുള്ള ഒരു സ്ത്രീയാണ്, ഇടതുപക്ഷക്കാരിയാണ്, CPM അനുഭാവിയാണ്. അവർ കഴിഞ്ഞ ദിവസം ഇന്നലത്തെ അവരുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്. അതിലെന്താ പറഞ്ഞേക്കുന്നത്? SFIയുടെ സമരം പരാജയപ്പെട്ടു എന്ന് അംഗീകരിക്കുന്നതാണ് മാന്യത. പരാജയപ്പെട്ട സമരം വിജയിച്ചു എന്ന് അഭിമാനിക്കുന്നതിൽ യാതൊരു അന്തസ്സുമില്ല എന്നാണ് അവർ പറയുന്നത്. SFI വിദ്യാർത്ഥികളെ വഞ്ചിച്ചു എന്ന് അവർക്ക് തുറന്നെഴുതാമായിരുന്നു. അവരത് ചെയ്തിട്ടില്ല. അത് അവരുടെ മാന്യത. ഞാൻ പറയുന്നത്, ഇതിന്റെ പുറകിലുള്ള വഞ്ചന ഇടതുപക്ഷക്കാരൊക്കെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. എല്ലാവർക്കും അറിയാം ഇത് തട്ടിപ്പാണ്, ഉടായിപ്പാണ്, സൂത്രമാണ് എന്ന കാര്യം. പക്ഷെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയോ മുഖ്യമന്ത്രിയോ ഇങ്ങനൊരു കാര്യം അറിഞ്ഞായിട്ട് ഭാവിക്കുന്നില്ല. വിദ്യാഭ്യാസ മന്ത്രി ഒരു പാവം മനുഷ്യനാണ്, നല്ലൊരു അധ്യാപകനാണ്, നല്ലൊരു പൊതുപ്രവർത്തകനാണ്, ഒരു പൈസ അഴിമതി ഇല്ലാത്ത ആളാണ്. പക്ഷെ എന്താ ഫലമുള്ളത്? ഇങ്ങനെ ഒരാൾ അവിടെ ഇരുന്നിട്ട് എന്താ കാര്യം? അദ്ദേഹം ഒരു മൂന്നാം മുട്ടശ്ശേരിയായിട്ട് ഒരു വിശേഷമില്ല. ഞാൻ പറയുന്നത്, ഇത് ജനങ്ങളെ പറ്റിക്കില്ലല്ലേ? എന്തിനു വേണ്ടിയിട്ടാണ് ആളുകൾ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്തത്? പിണറായി വിജയന്റെ മുഖസൗന്ദര്യം കണ്ടിട്ടാണോ? ഒരിക്കലുമല്ല. നേരെ മറിച്ച് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തുണ്ടായ വലിയ അഴിമതി, വലിയ കെടുകാര്യസ്ഥത, വലിയ വർഗീയത, അതിനെതിരായിട്ടുള്ള ജനവികാരമായിരുന്നു തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചത്. അതുകൊണ്ടാണ് 91 സീറ്റ് കിട്ടിയത്. അല്ലാതെ ഏതെങ്കിലും നേതാവിന്റെ മുഖസൗന്ദര്യം കണ്ടിട്ടോ ഏതെങ്കിലും നേതാവിന്റെ ഇരട്ടച്ചങ്കുണ്ടെന്ന് ജനം തെറ്റിദ്ധരിച്ചിട്ടുമല്ല. ഇവിടെ അഴിമതിക്കെതിരായിട്ടുള്ള വികാരമാണ്. ആ വികാരമാണ് പേരൂർക്കടയിലും കാണുന്നത്. പേരൂർക്കട കത്തിയെരിയുമ്പോൾ മുഖ്യമന്ത്രി വീണ വായിച്ചു എന്ന് ഞാൻ പറയില്ല. അദ്ദേഹത്തിന്റെ മകളുടെ പേര് വീണ എന്നാണെങ്കിൽ പോലും അദ്ദേഹത്തിന് വീണ വായനറിയില്ല. പക്ഷേ ഈ മുഖ്യമന്ത്രിക്ക് ഒരു ഉത്തരവാദിത്വമുണ്ട് ഈ നാട്ടിലെ ജനങ്ങളോട്. അത് നിറവേറ്റാൻ അദ്ദേഹം തയ്യാറാണ്.